ഹായ് ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾ ട്രിപ്പ് പോകാൻ കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടി ഞാനും ഏട്ടനൊക്കെ റെഡി ആയേ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് നടന്നാട്ടോ കൊണ്ടോട്ടി സ്റ്റാൻഡിലേക്ക് പോണത്. അപ്പോൾ പോകാനുള്ള വണ്ടി വരുന്നവരെ ഞങ്ങളിവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം പോണത് മാമാന്റെ ഊട്ടി ട്രിപ്പിലാട്ടോ. അപ്പോൾ കാത്തു നിന്ന് ഞങ്ങളുടെ വയനാടൻ ബസ് എത്തിയിട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴയും. പിന്നെ ഞങ്ങളിന്ന് പോണത് ഫാമിലി ടൂർ ഒന്നുമല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ അറിയാത്ത ആൾക്കാരായതുകൊണ്ട്. അപ്പൊ ഇടക്കര എത്തിയപ്പോ അമ്മായിയും മാമനും തനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ട്രിപ്പിൽ അവരും ഉണ്ടേ. പിന്നെ പോണ വഴിക്ക് മാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ. പിന്നെതാ ഈ പാട്ട് പാടുന്ന ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റിൽ പറയണേ. ഒരു നാടൻ പാട്ടുകാരനാട്ടോ, ഫ്ലവേഴ്സ് ചാനലിലൊക്കെ പാടിയിട്ടുണ്ടേ. പിന്നെ അവിടുന്ന് പോകുമ്പോ ഓരോരുത്തരും മാറി മാറി പാട്ടൊക്കെ പാടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാന്. പിന്നെതാ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നൂൽപുട്ടാട്ടോ കഴിച്ചത്, നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോന്നേ. പിന്നെ പോണ വഴിക്ക് എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു കേട്ടോ. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ യൂക്കാലി ഫോറസ്റ്റിൽ വണ്ടി നിർത്തിയിട്ടോ. പിന്നെ അവിടുന്ന് പാട്ട് വെച്ചിട്ട് എല്ലാവരും അടിപൊളി ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ. പിന്നെ ഈ ട്രിപ്പിൽ എല്ലാവരും കൂടി ബസ്സിന്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. അവിടുന്ന് പോരണ വഴിക്ക് ഞങ്ങൾ ഒരു ചെക്ക് ഡാമിൽ ഇറങ്ങിട്ടോ. ചെക്ക് ഡാമും കൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയി ഷൂട്ടിംഗ് പോയിന്റിലേക്കാട്ടോ. ഇവിടെ പിന്നെ പറയാനില്ല, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഞാനും തന്നെ കുട്ടി അവിടെ എത്തിയപ്പോ തന്നെ ഓടി കയറി ആ കുന്നിന്റെ മുകളിലേക്ക്. ആ കുന്നിന്റെ മുകളിൽ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാറ്റടിച്ചിട്ടൊന്നും നിൽക്കാൻ പറ്റണില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാട്ടോ. ഇവിടെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയൊരു തടാകവും കുറെ പൈൻമരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാന്. പിന്നെ ആദ്യം പരിചയമില്ലാത്തവരുടെ കൂടെ ട്രിപ്പ് പോകണമെന്ന് ആലോചിച്ചിട്ടേക്ക് നല്ല മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാരും ഒരു ഫാമിലി പോലെ കേട്ടോ. എല്ലാരും അടിച്ചു പൊളിച്ചു കേട്ടോ ഈ ട്രിപ്പ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയി ടീ ഫാക്ടറിയിലേക്കാട്ടോ. അവിടെ കുറെ ചായപ്പൊടി ഉണ്ടാക്കണോ ചോക്ലേറ്റ് ഉണ്ടാക്കണോ ഒക്കെ കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ലേ. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് ഒരു ഗാർഡനിലേക്കാട്ടോ. ഇവിടെ എത്തിയപ്പോ തന്നെ ഊട്ടിയിലെ തണുപ്പോട്ട് എനിക്കും ഏട്ടന് വയ്യാണ്ടായിട്ടോ. വൈകുന്നേരം ആയപ്പോ തന്നെ തണുപ്പായിട്ടോ ഇവിടെ. എനിക്കും ഏട്ടന് വയ്യാത്തോണ്ട് ഞങ്ങൾ ഗാർഡൻ മൊത്തം ഒന്നും കണ്ടില്ല കേട്ടോ. കുറച്ച് കണ്ടിട്ട് വേഗം ബസ്സിനടുത്തേക്ക് തന്നെ പോയേ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. അവിടെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഒക്കെ. ഫസ്റ്റ് ക്യാമ്പ് ഫയർ ആയിരുന്നു. ക്യാമ്പ് ഫയർ എല്ലാവരും പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. തനുക്കുട്ടി എന്നുള്ള ഡാൻസ് കളി കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടപ്പോ തന്നെ എന്റെ വയ്യൊക്കെ മാറി. ഈ ട്രിപ്പിൽ ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടോ. രാത്രിത്തേക്ക് നല്ല ചൂട് മന്തി ആയിരുന്നു കേട്ടോ. ഒന്നും പറയല്ല, ഈ ട്രിപ്പിൽ ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പൊ ഇതേപോലെ ആർക്കെങ്കിലും ട്രിപ്പ് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 24-ാം തീയതി മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ആർക്കെങ്കിലും പോവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ എടുക്കാം, അതിൽ കയറി കോൺടാക്ട് ചെയ്താൽ മതി. പോണ വഴിക്ക് ഞങ്ങൾ നാടുകാണി ചേർത്തുന്ന ആനേനെ കണ്ടു കേട്ടോ.